കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കം. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ നയപ്രഖ്യാപന പ്രസംഗം പൂർത്തിയായി. നയപ്രഖ്യാപനം 1 മണിക്കൂർ 57 മിനിറ്റ് നീണ്ടു. മലയാളത്തിൽ നമസ്കാരം പറഞ്ഞായിരുന്നു ഗവർണർ പ്രസംഗം തുടങ്ങിയത്. നവകേരള നിർമ്മാണത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്നും വയനാട് പുനരധിവാസം 1 വർഷത്തിനുള്ളിൽ നടപ്പാക്കുമെന്നും ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. My government is committed to rehabilitating all those affected by the Mepadi landslide by ensuring the completion of the township within 1 year. My government is committed to take initiatives to build a disaster-resilient Kerala. My government, with its own initiatives and required help from the Union government, will take all the possible steps to build capabilities to cope with the impact of climate change. വിവരങ്ങളുമായി ശാലിനി ഒപ്പം ചേരുന്നു. ശാലിനി, 1 മണിക്കൂർ 57 മിനിറ്റ് വയനാടിൻ്റെ പുനരധിവാസം അടക്കം ടൗൺഷിപ്പ് 1 വർഷത്തിനകം, അങ്ങനെ നിരവധി കാര്യങ്ങൾ പറഞ്ഞു. നമസ്കാരം പറഞ്ഞായിരുന്നു തുടക്കം, പിന്നെന്തൊക്കെ? കൃഷ്ണരാജ്, 1 മണിക്കൂർ 57 മിനിറ്റ് നീണ്ടുനിന്ന ഏറ്റവും ദൈർഘ്യമേറിയ ഒരു നയപ്രഖ്യാപനം, അതാണ് നയപ്രഖ്യാപന പ്രസംഗമാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇന്ന് നിയമസഭയിൽ നടത്തിയിട്ടുള്ളത്. രാവിലെ 9 മണിയോട് കൂടിയാണ് അദ്ദേഹം സഭയിലേക്ക് എത്തുന്നത്. മുഖ്യമന്ത്രി, ഒപ്പം തന്നെ ധനമന്ത്രി, ഒപ്പം തന്നെ നിയമമന്ത്രി കൂടിയായ പി രാജീവ് ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് ഗവർണറെ നിയമസഭയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ വലിയ രീതിയിലുള്ള സൗഹൃദ സംഭാഷണം നടത്തി സഭയിലേക്ക് വളരെ സന്തോഷവാനായി തന്നെയാണ് മുഖ്യമന്ത്രിക്കൊപ്പം ഗവർണർ എത്തുകയും ചെയ്തിട്ടുള്ളത്. തുടക്കം മുതൽ തന്നെ അദ്ദേഹം സർക്കാരിന് എടുത്തിട്ടുള്ള നിലപാട്, ആ നിലപാട് തുടരുന്ന കാഴ്ചകൾ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ കേരള സർക്കാർ നവകേരളം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുകയാണ് എന്ന് ഗവർണർ ഈ ഒരു നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുകയുണ്ടായി. 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളനത്തിന് തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ വായിക്കുകയും ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, സംസ്ഥാനത്തും വലിയ രീതിയിലുള്ള ദുരന്തങ്ങൾ നേരിട്ടൊരു കാലത്തു കൂടിയാണ് കടന്നു പോകുന്നത്. വയനാട് അടക്കമുള്ള, മേപ്പാടി അടക്കമുള്ള ദുരന്തങ്ങൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ വയനാട് അടക്കം പുനരധിവാസം വേഗം തന്നെ ഉറപ്പുവരുത്തുക, ടൗൺഷിപ്പ് അടക്കം 1 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യം സർക്കാർ കൈവരിക്കും എന്നുള്ളതാണ് നയപ്രഖ്യാപനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം തന്നെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ വൻ പുരോഗതി കേരളം കൈവരിച്ചിട്ടുണ്ട് എന്നും വികസന നേട്ടങ്ങളിൽ കേരളം മാതൃകയാണെന്നും ഗവർണർ രാജേന്ദ്ര അർലേക്കർ പറയുകയുണ്ടായി. ഇന്റർനെറ്റ് സാർവത്രികമാക്കിയത് മുതൽ ഡിജിറ്റൽ സർവേ നടപടികൾ പൂർത്തിയാക്കിയതിൽ വരെ കേരളം നേട്ടത്തിന്റെ പാതയിലാണെന്നും സംസ്ഥാനത്തിന് ഭരണത്തലവൻ കൂടിയായ ഗവർണർ പറയുകയുണ്ടായി. അത് മാത്രമല്ല, ഏറ്റവും എടുത്തു പറയേണ്ടത് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണതിൽ GST നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങളിൽ പരാമർശം അദ്ദേഹത്തിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. മലയാളത്തിൽ പ്രസംഗിച്ചു തുടങ്ങിയ അദ്ദേഹം വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കുള്ള VGF തുക വായ്പയാക്കി മാറ്റിയതടക്കമുള്ള കാര്യങ്ങളും നയപ്രഖ്യാപന പ്രസംഗത്തിൽ പരാമർശിച്ചു. അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിച്ചതടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാനത്തെ ടൂറിസം മേഖലയ്ക്ക് ഉണർവ് നൽകുമെന്നും സംസ്ഥാനത്തെ ടൂറിസം മേഖല അടക്കം വികസനത്തിന്റെ പാതയിലാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അതിദരിദ്രരെ കണ്ടെത്തുന്നതിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നേട്ടങ്ങളും അദ്ദേഹം എണ്ണി പറയുകയുണ്ടായി. 6400-ലധികം വരുന്ന അതിദരിദ്രരെ കണ്ടെത്തി അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഒപ്പം തന്നെ സംസ്ഥാനത്തെ എല്ലാ ആളുകൾക്കും പാർപ്പിടവും ഇന്റർനെറ്റും എന്ന സൗകര്യവും എത്തിക്കും വരും കാലത്ത് എന്നുള്ളതാണ് ഈ ഒരു നയപ്രഖ്യാപനത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം. എന്തായാലും 1 മണിക്കൂറോളം, 1 മണിക്കൂറിനപ്പുറം നീണ്ടുനിന്ന ഒരു നയപ്രഖ്യാപന പ്രസംഗത്തിൽ വളരെ സന്തോഷവാനായി തന്നെയാണ് അദ്ദേഹം മടങ്ങുകയും ചെയ്തിട്ടുള്ളത്. ഏറ്റവും ഒടുവിലായി സംസ്ഥാനത്തിന്റെ മതപരമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഐക്യത്തെ കൂടി അദ്ദേഹം ഉയർത്തി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള കാഴ്ചയ്ക്ക് കൂടിയാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം നിയമസഭ സാക്ഷ്യം വഹിച്ചത്. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പല ഘട്ടങ്ങളിലും സ്വീകരിച്ച സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയിലും ഒപ്പം തന്നെ അത്തരത്തിലുള്ള അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി നിന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. പല ഘട്ടങ്ങളിൽ നയപ്രഖ്യാപന പ്രസംഗം അടക്കം വായിക്കാനും ഒപ്പം തന്നെ അതിൽ തിരുത്തലുകൾ വരുത്താൻ അടക്കമുള്ള കാര്യങ്ങളിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അന്ന് സ്വീകരിച്ച നിലപാട് കേരളം ചർച്ച ചെയ്യപ്പെട്ടതാണ്. എന്നാലും അതിലൊക്കെ മാറി ഒരു സമാധാന അന്തരീക്ഷത്തിൽ ഒരു നയപ്രഖ്യാപന പ്രസംഗവും ഒപ്പം തന്നെ ഒരു നിയമസഭാ സമ്മേളനത്തിന്റെ തുടക്കവുമാണ് ഇന്ന് നിയമസഭയ്ക്കുള്ളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കൃഷ്ണരാജ്.